ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरों वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च ये कृष्णा करुणा सिंधु दीनबंधो जगत्पति गोपेश गोपिका कांद राधा कांद नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानु सुदे देवी प्रणमामि हरिप्रिये वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदारे कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्णा हरि ओम तत्सत। അടുത്ത ക്ലാസ്സിലേക്ക് ബൈഹാർട്ട് ചെയ്യാനുള്ള ശ്ലോകം ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് രണ്ടാമത്തെ അധ്യായം 45-ാമത്തെ ശ്ലോകം. ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ निर्योगाक्षेम आत्मवान. Okay, Suchi Mataji, the recite you. हरे कृष्ण। त्रैगुण्य विषया वेद निस्त्रैगुण्यो भवार्जुन निर्द्वन्द्वो नित्यसत्त्वस्थो निर्योगक्षेम आत्मवान्। हरे कृष्ण। Smita Mataji. हरे कृष्ण। ओम नमो भगवते वासुदेवाय। त्रैगुण्य विषय वेद निस्त्रैगुण्यो भवार्जुन निर्द्वन्द्वो नित्यसत्त्वस्थो निर्योगक्षेम आत्मवान्। हरे कृष्ण। Shamala Mataji. हरे कृष्णा। त्रैगुण्य विषय वेद निस्त्रैगुण्यो भवार्जुन निर्द्वन्द्वो नित्यसत्त्वस्थो निर्योगक्षेम आत्मवान्. Mangala Mataji. ഹരേ കൃഷ്ണ. പ്രവചി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. ഹരേ കൃഷ്ണ. എന്റെ വിവർത്തനം കൂടി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വിവർത്തനം ദിവ്യപൂജ ശ്രീമദ് ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭുപാദ് കി ജയ്. ജയ ശില പ്രഭുപാദ്. പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് വേദങ്ങളുടെ മുഖ്യ വിഷയം. അർജുന, നീ അവയെ അതിക്രമിക്കണം. ദ്വന്ദ്ങ്ങളിൽ നിന്നും ലാഭനഷ്ടങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ നിന്നും തികച്ചും മുക്തനായി ആത്മാവിൽ മനസ്സുറപ്പിക്കുക. ഹരേ കൃഷ്ണ. Hare Krishna. The Vedas mainly deal with subject of 3 modes of material nature. Rise above these modes, O Arjuna. Be transcendental to all of them. Be free from all dualities and from all anxieties for gain and safety, and be established in the self. ഭഗവാൻ അർജുനോട് എന്താ പറയുന്നത്? വേദങ്ങളെ പ്രധാനപ്പെട്ട 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാം പ്രതിപാദിച്ചിട്ടുള്ളത്. ഈ 4 വേദങ്ങളുടെ പ്രധാനപ്പെട്ട ഋഗ്, സാമ, യജുർ, അഥർവ. 108 ഉപനിഷത്തുകളുണ്ട്. 18 പുരാണങ്ങളുണ്ട്. മഹാപുരാണങ്ങൾ, ഉപപുരാണങ്ങള്, സംഹിതാസ്, അരണ്യകാസ്, ബ്രാഹ്മണാസ്, പിന്നെ ഒരുപാട് കൊറോളറീസ്, ഒരുപാട്. അങ്ങനെ ഇറ്റ്സ് എ ബിഗ് ലൈബ്രറി ഓഫ് സ്ക്രിപ്റ്റേഴ്സ്. ചെറിയ ഒരു പുസ്തകത്തിൽ മാത്രം ഒതുങ്ങിക്കുന്നല്ല നമ്മളുടെ വേദങ്ങൾ. ഇതെല്ലാം 3 ഗുണങ്ങളുടെ അധീനത്തിലാണ്. റൈസ് അബൌവ് ദ 3 ഗുണാസം, റൈസ് അബൌവ് ദീസ് 3 മോഡ്സ്. വേദങ്ങൾ എന്താണ്? ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ. ഇതിനെപ്പറ്റിയാണ്
പ്രധാനപ്പെട്ട ടോപ്പിക്സ്. ഈ ഏത് ടോപ്പിക്സ് എടുത്താലും വേദങ്ങളുടെ വേദശാസ്ത്രത്തിന്റെ ഏത് ടോപ്പിക് എടുത്താലും ഈ 3 ഗുണങ്ങളുടെ അധീനത്തിലായിരിക്കും. അപ്പോൾ അതിലും ഉയരാനാണ് പറയണത്. അപ്പൊ നമുക്കറിയുന്നത് ശ്രീമദ് ഭാഗവതം മാത്രമേ ഉള്ളൂ ഈ ത്രിഗുണത്തിന്റെ അടിസ്ഥാനത്തിന്റെ ആ കീഴിൽ വരാത്തത്, അധീനത്തിൽ കീഴിൽ വരാത്തത് അല്ലേ. അതായത് ശ്രീമദ് ഭാഗവതം, അതിനെ മാത്രം അമലപുരാണം എന്ന് പറയുന്നു. എന്താണ് അമലപുരാണം എന്ന് പറഞ്ഞാൽ? പരിശുദ്ധമായ മാലിന്യം. എന്താണ് മാലിന്യം? എന്താണ് രജോഗുണം, തമോ ഗുണം, സത്വഗുണം? സത്വഗുണം. ഇത് 3ന്റെയും അധീനത്തിലല്ല, അതിലും ഉയരുന്നു. അർജുനനോട് ഭഗവാൻ പറയുന്നത് അതില് ഈ 3 ഗുണത്തിന്റെ അധീനത്തിൽ വരാതെ ഉയരാൻ വേണ്ടിയിട്ട്, അപ്പൊ ശുദ്ധ സാത്വിക് സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി, പ്യുവർ മോഡ് ഓഫ് ഗുഡ്നസ്. അപ്പൊ നമുക്ക് ഏറ്റവും എല്ലാത്തിന്റെയും സാരമായിട്ടുള്ള അത് വിശുദ്ധ സാത്വിക് സ്റ്റേജിലായിട്ടുള്ള ശ്രീമദ് ഭാഗവതമാണ് ശരിക്കുള്ളത്. മറ്റതൊക്കെ ഓരോ ചവിട്ടുപടി മാത്രമാണ്. നമ്മൾ ഏത് ഗുണത്തിലാണോ നിൽക്കുന്നത് അതിൽ നിന്ന് ഉയരാൻ വേണ്ടിയിട്ട് ഒരു ചവിട്ടുപടി, ഒരു ലാഡറിൽ, ഒരു കോണിയിൽ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഓരോ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ അവസാനം എവിടെ എത്തണം? വിശുദ്ധ സാത്വിക് സ്റ്റേജിൽ എത്തണം. അതിന് ശ്രീമദ് ഭാഗവതമാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഗ്രന്ഥം. അത് ഈ 3 ഗുണത്തിന്റെ അധീനത്തിലില്ല. മറ്റെല്ലാം ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ വേദിക് സ്ക്രിപ്റ്റേഴ്സ് 86% കർമ്മകാണ്ഡമാണ്. എന്താണ് കർമ്മകാണ്ഡം? പ്രധാനപ്പെട്ട് ധർമാർത്ഥ കാമ മോക്ഷ കർമ്മകാണ്ഡം. അതായത് നമ്മൾ നല്ല സത്കർമ്മങ്ങൾ ചെയ്യുന്നു, അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ നല്ല കർമ്മം, നല്ല പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്. പിന്നെ 4% ജ്ഞാനകാന്ഡം, 10% ഉപാസനകാന്ഡം. ഉപാസനകാന്ഡം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വേർഷിപ്പുണ്ട്. പഞ്ചോപാസനയുണ്ട്, ശക്തി ഉപാസനയുണ്ട്, ശൈവൈറ്റ്സിന്റെ ഉപാസനയുണ്ട്. പിന്നെ അതല്ല, ഈ പ്രകൃതിയെ തന്നെ ഭഗവാനായിട്ട് കണക്കാക്കി ഉപാസിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഉപാസനകളുണ്ട്. ഇതെല്ലാം 3 ഗുണത്തിന്റെ അധീനത്തിലാണ്. അപ്പോ 86% എന്താണ്? കർമ്മകാണ്ഡ, 4% ജ്ഞാനകാണ്ഡ, 10% ഉപാസനകാണ്ഡ. അപ്പൊ ശുദ്ധ ഉപാസനം അതിൽ പറഞ്ഞിട്ടില്ല, അത് ശ്രീമദ് ഭാഗവതത്തിൽ മാത്രമേ പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ റൈസ് എബോവ് ത്രൈഗുണ്യ വിഷയാ വേദ, ഈ 3 ഗുണത്തിൽ നിന്നും മുകളിലേക്ക് പോകാനാണ് പറഞ്ഞത്. നിസ്ത്രൈഗുണ്യോ ഭാവാർജുന, അതില് അധീനത്തിൽ വരാൻ പാടില്ല. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിന്റെ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? കൃഷ്ണപ്രേമം, ഭഗവാന്റെ ധാമിലേക്ക് പോയി ഭഗവാന്റെ നിത്യസേവനം ചെയ്യാനുള്ള ഒരു അവസരം. അപ്പൊ ഈ വേദങ്ങളുടെ ആ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം നമ്മൾ അതിൽ അകപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അത്ര ഈസി ആയിട്ട്, ഓഫ്കോഴ്സ് നമുക്ക് പുരോഗതി ഉണ്ടായിരിക്കും. കർമ്മം, ജ്ഞാനം, ധ്യാനം, പിന്നെ ഭക്തി, ആ ഒരു സീക്വൻസ് അനുസരിച്ച് പോകും. പക്ഷെ നമുക്ക് ഡയറക്ട്ലി ഭക്തി യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദർസ് നത്തിങ് ലൈക്ക് ഇറ്റ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സിറ്റുവേറ്റ് യുവർ സെൽഫ് ഇൻ ദ സെൽഫ് എന്നാ പറയുന്നത്. ഇവിടെ പറയുന്നുണ്ടോ? ബി ഫ്രീ ഫ്രം ഓൾ ഡുവാലിറ്റീസ്, ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തരാവാം. ആൻഡ് ഫ്രം ഓൾ ആങ്സൈറ്റീസ് ഫോർ ഗെയിൻ ആൻഡ് സേഫ്റ്റി. ആൻഡ് ബി എസ്റ്റാബ്ലിഷ് ഇൻ ദ സെൽഫ്, അതായത് സെൽഫ് റിയലൈസേഷൻ, ആത്മസാക്ഷാത്കാരം, അത് നേടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ വേദങ്ങൾ തെറ്റെന്നല്ല, അതൊരു ചവിട്ടുപടിയായിട്ട് മാത്രം നമ്മൾ ഉപയോഗിക്കണം. എന്നിട്ട് അവസാനം നമ്മൾ 3 ഗുണങ്ങളിലും ഉയർന്ന് നമ്മൾ ശുദ്ധ സാത്വിക സ്റ്റേജിലേക്ക് വരണം. അതിന് നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ളത് ശ്രീമദ് ഭാഗവതം. മറ്റത് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ. മോക്ഷത്തിലെത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ കാമത്തില് നമ്മളവിടെ സ്റ്റക്കാവും. കാരണം ഒരാഗ്രഹം അത് സബലീകരിച്ചാൽ വേറെ 10 ആഗ്രഹം വരും. അത് സബലീകരിച്ച പിന്നെ 100. അങ്ങനെ അത്
എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ആയിരിക്കും നമ്മളുടെ ആഗ്രഹങ്ങൾ. അതങ്ങനെ കൂടി കൂടി വരെയുള്ളൂ. അപ്പൊ മുക്തിയിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഡയറക്റ്റ്ലി നമുക്ക് ഭക്തി യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദർ ഇസ് നത്തിങ് ലൈക്ക് ഇറ്റ്. ഇതാണ് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും കർമ്മകാണ്ഡത്തിലാണ് ധർമ്മർത്ഥ കാമ മോക്ഷം വരുന്നത്. ഫുൾ വേദ ഇതെല്ലാം പെടും. ധർമ്മ അർത്ഥ കാമോകർ അപ്പൊ മോക്ഷം. കർമ്മകാണ്ഡത്തിൽ പറഞ്ഞതോ കർമ്മകാന്ഡം 86% വേദങ്ങളിലെ 86% കർമ്മകാന്ഡ സബ്ജക്റ്റ് ആണ് പ്രതിപാദിക്കുന്നത്. പല ഉദ്ദേശിച്ചിട്ടുള്ള കർമ്മങ്ങൾ അല്ലെ. പല ഉദ്ദേശമുള്ള കർമ്മങ്ങൾ. 4% ജ്ഞാനകാന്ഡം, 10% ഉപാസനകാന്ഡം. ആ ഉപാസനകാന്ഡം പ്യുവർ സ്റ്റേജിലല്ല, പലതരത്തിലുള്ള ഉപാസനയുണ്ട്. അതും മെറ്റീരിയൽ ബെനിഫിറ്റുള്ള ഉപാസനയുണ്ട്, ഇമ്പേഴ്സണൽ ബ്രഹ്മജ്യോതിയിൽ ലയിക്കാനുള്ള ഉപാസനയുണ്ട്, തെറ്റായിട്ടുള്ള ഒരുപാട് ഉപാസനയുണ്ട്, പഞ്ചോപാസനകളുണ്ട്. പഞ്ചോപാസന പറഞ്ഞാൽ വിഷ്ണു, ശിവൻ, ഗണപതി, ദേവി, ഇന്ദ്രൻ അല്ലെങ്കിൽ സൂര്യൻ, ഇങ്ങനെ പഞ്ചോപാസന ഉണ്ട്. ഇവരെല്ലാം ഒരേപോലെ കാണുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളും ഉണ്ട് ഉപാസനകളിൽ. അപ്പോൾ അതൊന്നും പ്യുവർ അല്ല, ഇതൊക്കെ അഡൾട്ടറേറ്റ് ആണ്. എന്താണ് അഡൾട്ടറേഷൻ പറഞ്ഞാൽ കളർഫുള്ളതാണ്. എന്താണ് കളർഫൂടെ? നമ്മളിപ്പോ നല്ല പഞ്ചസാരയില് അതിൽ കുറച്ച് കളർപ്പ് നമ്മൾ കളർപ്പ് ചേർക്കുക, എന്തെങ്കിലും വേറെ എന്തെങ്കിലും, പ്യുവർ ആണോ? അത് അല്ല അല്ലേ? അതേപോലെ ഇതിലും കളർപ്പുണ്ട് വേദങ്ങളിൽ. എന്താ കളർപ്പ്? ഗുണങ്ങള് ശുദ്ധമല്ല. ഒന്നും പ്യുവർ ഗുഡ്നെസ്സിലുമല്ല, ഒന്നും രജോഗുണത്തിലുമല്ല പ്യുവറായിട്ട്, ഒന്നും തമോ ഗുണത്തിലുമല്ല, എല്ലാം മിക്സ്ഡ് ആണ്. അതാണ് വേദങ്ങള് ത്രിഗുണങ്ങളുടെ അധീനത്തിലാണ് പറയുന്നത്. പഞ്ചോപാസന വിഷ്ണു വരുന്നുണ്ടല്ലോ. വിഷ്ണുണ്ട്. വിഷ്ണുവിനെയും ശിവനെയും ദേവിയും എല്ലാം ഒരേപോലെ കാണുന്നത് ശരിയാണോ തെറ്റാണോ? അപ്പൊ എല്ലാണ്ട്, പക്ഷെ അവർക്ക് അതിന്റെ ശരിക്കുള്ള ഇത് അറിയുന്നില്ല. വിഷ്ണു ആരാണെന്ന് അവർക്ക് അറിയുന്നില്ല. എല്ലാം കൂടി ഒരുമിച്ചാണോ ആരാധിക്കവിടെ? ആണ് എല്ലാവരുടെയും അധിപൻ എന്ന് അവരറിയില്ല. എല്ലാം ഈക്വേറ്റ് ചെയ്യും, ഈക്വൽ ആണ്. വിഷ്ണുവും ഗണപതിയും സൂര്യനും ചന്ദ്രനും ഇന്ദ്രനും എല്ലാവരും ഒരേപോലെ ഒരേ തലത്തിൽ അവർ കാണുന്നുള്ളൂ. അവിടെ വിഷ്ണു വരുന്നുണ്ട്, പിന്നെ സൂര്യൻ, ഗണപതി, പിന്നെ ആരാ പറഞ്ഞ അഞ്ചാമത്തെ? ദേവി, ശിവൻ. ചില ആൾക്കാർ പറയും ഇന്ദ്രനാ, ചില ആൾക്കാർ സൂര്യനെ പറയും. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ദേവി ദേവതന്മാരുടെ സംഖ്യ. എല്ലാവരും ഒരേപോലെ. ഇവരെല്ലാം ഒരേ ഭഗവാന്റെ വ്യത്യസ്ത രൂപങ്ങളാണെന്ന് വിചാരിക്കുന്നവർ. ജ്ഞാനകാണ്ഡത്തിലപ്പോ ഇത് ബ്രഹ്മജ്യോതിയിലെ. യെസ്, ബ്രഹ്മജ്യോതി, അതാണ് ലക്ഷ്യം. അവ്യക്തത. അതെ, ധ്യാനകാണ്ഡത്തിലെ പരമാത്മാവ്. ഭഗവാൻ അപ്പോഴും വരുന്നില്ല. ഭഗവാൻ ഭക്തിയിൽ മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ റെഗുലർ ക്ലാസിന്റെ ശ്ലോകം 29 അല്ലേ? 529 അല്ലേ? ഒന്നുമില്ലാത്ത 6 അല്ലേ പ്രഭുജി? 6 ആണോ? യോഗാണ്. 6 ഏതാ നമ്പർ? അതൊക്കെ എടുത്തു. 6 കഴിഞ്ഞു. 6 കഴിഞ്ഞു. 7ആയിരിക്കും. 5 കഴിഞ്ഞു. 6ആണെന്ന് പറഞ്ഞത്. അല്ല, 6 കഴിഞ്ഞു. 7ആണ്. ഓക്കെ, ഹരേ കൃഷ്ണ. ഭഗവത്ഗീത ആസിറ്റീസ് അധ്യായം 6, 7ാമത്തെ ശ്ലോകം. ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാൻഹിത
शीतोष्णसुखदुःखेषु तथा मानापमानयो जिदात्मना प्रशान्तस्य परमात्मा समाहितः शीतोष्णसुखदुःखेषु तथा मानापमानयो ഇപ്പോൾ ശ്യാമള മാതാജി जिदात्मना प्रशान्तस्य परमात्मा समाहितः शीतोष्णसुखदुःखेषु तथा मानापमानयो ഹരേ കൃഷ്ണ. സുചി മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അല്ലേ പ്രഭു എടുക്കണ്ടേ? എന്താണ് 5 ആത്മനാത്മാനം കഴിഞ്ഞു. അടുത്ത ശ്ലോകം എടുക്കണം. അല്ല 6 കഴിഞ്ഞു ഉണ്ടായിട്ടില്ല. ആ കഴിഞ്ഞ നല്ല പുതിരാത്മാത്മാനം എടുത്തിട്ടുണ്ട്. അതെ എടുത്തു. ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിത ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോ. ഹരേ കൃഷ്ണ. മംഗളമാതാജി ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോ. വെരി ഗുഡ്. സ്മിത മാതാജി സ്മിത മാതാജി കൂടി വായിക്കും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാം സമാഹിതാഃ ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോ. വിവർത്തനം വായിക്കുന്നു പ്രഭു. മനസ്സിനെ കീഴടക്കിയവൻ ശാന്തി നേടുകയാൽ പരമാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ആൾക്ക് തണുപ്പും ചൂടും സുഖവും ദുഃഖവും മാനവും അപമാനവുമെല്ലാം ഒന്നുപോലെ തന്നെ. ഹരേ കൃഷ്ണ. Very good. For one who has conquered the mind, the super soul is already reached. For he has attained tranquility. To such a man, happiness and distress, heat and cold, honor and dishonor are all the same. ഏതൊരു ഭക്തനാണോ മനസ്സിനെ കോൺകർ ചെയ്തത്, മനസ്സിനെ വിജയിച്ചത്, അവരെ എന്ത് അറ്റൈൻ ചെയ്തു? ട്രാങ്ക്വിലിറ്റി, അതായത് സമത്വം. ദ്വന്ദ്ങ്ങളിൽ അകപ്പെട്ടിട്ടല്ല അവരെ. ദ്വന്ദ്ങ്ങൾ അവരെ ബാധിക്കില്ല. എന്താണ് ദ്വന്ദ്ങ്ങള്? സുഖം ദുഃഖം, ചൂട് തണുപ്പ്, മാനം അപമാനം, ഇതെല്ലാം ദ്വന്ദ്ങ്ങൾ. അപ്പോൾ ഏതൊരു വ്യക്തിക്കാണോ മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് പരമാത്മാവിന്റെ തലത്തിലേക്ക് ആ ഒരു യൂണിയൻ, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു യൂണിയനിലേക്ക് എത്തുന്നത്, അവർക്ക് ഇതൊന്നും ബാധകമല്ല. ചുരുക്കത്തില് ഇതെല്ലാം നമ്മുടെ ശരീരത്തിനാണ്. ചൂടും തണുപ്പും മാനവും അപമാനവും സുഖവും ദുഃഖമെല്ലാം എന്തിനാണ്? ആക്ച്വലി ആർക്കാണ്? ശരീരത്തിനാണ്, അല്ലേ? ശരീരത്തിന് അത് നമ്മള് മനസ്സിലൂടെ അത് അനുഭവപ്പെടുന്നു, അല്ലേ? മനസ്സിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ അനസ്തേഷ്യ തന്നാൽ ഒന്നും അറിയുന്നില്ല, പെയിനും ഇല്ല പ്ലഷറും ഇല്ല. അനസ്തേഷ്യ നമുക്കൊന്നും അറിയുന്നില്ല, അല്ലേ? പക്ഷെ അത് അനസ്തേഷ്യ അല്ലാതെ നമ്മളെ ആ ഒരു ജാഗ്രത സ്റ്റേജില് there is a communication between the organs of the body and the mind through the brain, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ആക്ച്വലി അനുഭവപ്പെടുന്നത്, പെയിനും പ്ലഷറും അനുഭവപ്പെടുന്നത് എവിടെയാണ്? മൈൻഡിലാണ്. അതിന്റെ ഔട്ട്ലെറ്റ് ഇന്ദ്രിയങ്ങളാണെങ്കിലും കൂടിയിട്ട്. അപ്പൊ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിനെ പറഞ്ഞ് മനസ്സിലാക്കി, യു ആർ നോട്ട് ദ ബോഡി, ഇത് ശരീരമല്ല, ഇത് ആത്മാവാണ് ശരിക്കുള്ളത് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ഇതൊന്നും ബാധകമാവില്ല. ദേ ഹാവ് അറ്റൈൻഡ് ട്രാങ്ക്വിലിറ്റി. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ചുരുക്കത്തില് നമ്മള് ഈ ബോഡ്ലി കൺസെപ്ഷനിൽ നിന്ന്, ശാരീരിക അവബോധത്തിൽ നിന്ന് ഉയർന്ന് ഇന്നലെ കൃഷ്ണാവബോധത്തിലേക്ക് വരണം. അപ്പോ ഒരു തെറ്റിദ്ധാരണ മീതെയാണ് ഇതെല്ലാം. ആത്മാവ് തെറ്റിദ്ധരിക്കുകയാണ്. ആത്മാവ് എന്താണ്? ഞാൻ ശരീരമാകുന്നു എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഇതെല്ലാം നമുക്ക് അനുഭവപ്പെടുന്നത്. ചൂടും തണുപ്പും മാനവും അപമാനവും ജയവും വിജയവും ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണ. കാരണം നമ്മൾ ശരീരം കൊണ്ട് രണ്ട് ശരീരം കൊണ്ട് ആവരണപ്പെട്ടിരിക്കുന്നു. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. ഇത് രണ്ടും നശിപ്പിക്കുമ്പോൾ മാത്രമാണ് നമ്മളെ സെൽഫ് റിയലൈസേഷൻ നടക്കുള്ളൂ. രണ്ടും നമുക്കൊരു, ആദ്യം സ്ഥൂല ശരീരത്തിനെ നശിപ്പിക്കണം,
പിന്നെ സൂക്ഷ്മ ശരീരത്തിൽ. സൂക്ഷ്മ ശരീരവും മെറ്റീരിയലാണ്, സ്പിരിച്വൽ അല്ല. അതിനെ സ്പിരിച്വലൈസ് ചെയ്യണം. ഇപ്പം നമ്മുടെ മെറ്റീരിയൽ മൈൻഡാണ്. അതുകൊണ്ടാണ് എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ കുട്ടികൾ, എൻ്റെ രാഷ്ട്രം, എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ കാറ് എന്നെല്ലാം നമുക്ക് ആ ഒരു മനസ്സാണ് പറയുന്നത്. കാരണം വെച്ചാൽ വി ആർ ഇൻ ബോഡ്ലി കൺസെപ്ഷൻ ഓഫ് ലൈഫ്, ശാരീരിക അവബോധം. അത് സ്ഥൂലമായിക്കൊണ്ട് സ്ഥൂലമാകുമ്പോൾ കുറച്ചുകൂടി ഗ്രോസ് ആയി പോകും. നമ്മളത് പതുക്കെ പതുക്കെ നമ്മുടെ സ്ഥൂല ശരീരം നശിച്ചാലും സൂക്ഷ്മ ശരീരത്തിലെ നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും അതിൻ്റെ ഇംപ്രഷൻസും ഉണ്ടായിരിക്കും. അപ്പൊ സ്ഥൂല ശരീരം കിട്ടുമ്പോൾ ആ ആഗ്രഹങ്ങളെല്ലാം സ്ഥൂല ശരീരത്തിലൂടെ നമ്മൾ അനുഭവിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടിനും നശിപ്പിച്ചാൽ മാത്രമാണ്. രണ്ടിനും നശിപ്പിക്കണം. സ്ഥൂല ശരീരം കിട്ടാൻ പാടില്ല, സൂക്ഷ്മ ശരീരം കിട്ടാൻ പാടില്ല. സൂക്ഷ്മ ശരീരമാണ് രണ്ടാമത്തെ വേറൊരു സ്ഥൂല ശരീരം കിട്ടാനുള്ള കാരണം. ഈ സ്ഥൂല ശരീരം നശിച്ചാലും അടുത്തൊരു വേറൊരു സ്ഥൂല ശരീരം നമുക്ക് പ്രദാനം ചെയ്യുന്ന പ്രകൃതി. അത് എന്തിന്റെ അടിസ്ഥാനത്തില്? സൂക്ഷ്മ ശരീരത്തിലെ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആഗ്രഹങ്ങളുടെയും കർമ്മഫലത്തിന്റെയും അടിസ്ഥാനത്തിൽ. അപ്പൊ അതിനെ ആർക്കാണ് കോൺകർ ചെയ്യാൻ പറ്റുന്നത്? മൈൻഡ് വൺ ഓഫ് ദ എലിമെന്റ് ഓഫ് ദാറ്റ് സൂക്ഷ്മ ശരീരം അല്ലെ. മൈൻഡ് എന്നുള്ളത് ആ സൂക്ഷ്മ ശരീരത്തിന്റെ ഒരു എലിമെന്റ് ആണ്. മൈൻഡ്, ഫാൾസിഗോ ആൻഡ് ഇന്റലിജൻസ്. അതിൽ പ്രധാനപ്പെട്ട കൾപ്രിറ്റ് ആരാണ്? മൈൻഡ്, മനസ്സ്. അതാണ് സെൻട്രൽ പോയിന്റ്. അപ്പൊ അതിനെ നമ്മൾ ജയിച്ചാൽ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം നേടാം എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ മുമ്പത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹി ആത്മനോ ബന്ധുർ ആത്മൈവ രൂപരാത്മന. അപ്പൊ മനസ്സുകൊണ്ട് നമ്മളുടെ ആത്മാവിനെ ഉദ്ധരിക്കുക. ആത്മാവിന് എന്താ പ്രശ്നം? ആത്മാവ് സച്ചിദാനന്ദമാണ്. പക്ഷെ ആത്മാവിന്റെ തെറ്റിദ്ധാരണയെ നമ്മൾ ഉദ്ധരിക്കണം. എന്താണ് തെറ്റിദ്ധാരണ? ആത്മാവ് ഈ ശരീരമാകുന്നു എന്നുള്ള തെറ്റിദ്ധാരണ. അപ്പൊ ശരീരമാകുന്നു തെറ്റിദ്ധരിക്കുമ്പോൾ ഇത് എൻ്റെ വീടാണ്, ഇതെന്റെ നാടാണ്, ഇതെന്റെ കുടുംബമാണ്, ഞാൻ, ഐ, മീ ആൻഡ് മൈൻ. ജനസ്യ മോഹം അഹം മമേതി അല്ലെ. ഐ, മീ ആൻഡ് മൈൻ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഉയരണം. So actually, every living entity is intended to abide by the dictation of the Supreme Personality of Godhead, who is seated in everyone's heart as Paramatma. എല്ലാ ജീവജാലങ്ങളും തൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിന്റെ ഡിക്റ്റേഷൻ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ആക്ച്വലി ഒരു മക്കള് അച്ഛൻ്റെയും അമ്മയുടെയും നിർദ്ദേശം പാലിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലേ? അതെ. അതുപോലെ തന്നെ നമ്മുടെ സുപ്രീം ഫാദറിന്റെ നിർദ്ദേശം നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. When the mind is misled by external illusory energy, one becomes entangled in material activities. അപ്പൊ നമ്മള് മിസ്ലെഡ് ആവും, നമ്മളെ മിസ്ഗൈഡ് ചെയ്യാണ് നമ്മുടെ മനസ്സ്. എന്തിനാ അച്ഛനും അമ്മയൊക്കെ കേൾക്കുന്നത്? നിങ്ങൾ യു ആർ ഇൻഡിവിജ്വൽ പേഴ്സൺ. ഓക്കെ, യു ക്യാൻ എൻജോയ് ദ വേ യു വാണ്ട്. ഒരു 5 വയസ്സ് വരെ, 6 വയസ്സ് വരെ, ഒരു 8 വയസ്സ് വരെ, 10 വയസ്സ് വരെ, ഓക്കെ 12 വയസ്സ്, അതുവരെ അച്ഛനും അമ്മയും പറഞ്ഞു കേൾക്കാം. പിന്നെ യു ആർ ഇൻഡിപെൻഡന്റ്, യുവർ ഓൺ അല്ലേ? നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ല. എപ്പോഴും അച്ഛൻ്റെ അമ്മയുടെയും മടിയിലിരിക്കാൻ പറ്റും? അപ്പൊ മനസ്സ് പറയും, നമ്മളോട് പറയും, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഇല്ലേ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വഴിയില്ലേ ആസ്വദിക്കാൻ? എപ്പോഴും അച്ഛൻ്റെ ഒക്കത്ത് അമ്മയുടെ മടിയിലിരിക്കാൻ പറ്റുമോ? മനസ്സ് നമ്മളെ പറയും. അപ്പൊ ഞാൻ അച്ഛനോട് പറയും, അച്ഛൻ ഞാൻ ഇപ്പൊ വളർന്നു കേട്ടോ, ഇനിയിപ്പൊ അച്ഛൻ പറഞ്ഞു ഞാൻ കേൾക്കണം നിർബന്ധമില്ല, ഇത്ര കാലൊക്കെ കേട്ടില്ല, ഇത് മതി, ഞാൻ എൻ്റെ വഴിക്ക് പോവാം, അച്ഛനൊന്ന് എന്നെ ഉപദേശിക്കാൻ വരണ്ടാന്ന് മകൻ പറയും. അതേപോലെയാണ് പരമാത്മാവിനോട് നമ്മൾ അതന്നെ പറയാ, ഇത് അവിടെ മിണ്ടാതിരുന്നാൽ മതിട്ടോ, എനിക്കറിയാം ഞാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ആസ്വദിക്കണം എനിക്കറിയാം, ഞാനത് ചെയ്തോളാം, അധികമൊന്നും എന്നെ ഉപദേശിക്കാൻ വരണ്ട. എന്നാൽ പരമാത്മാവ് നമ്മളോട് എന്തെങ്കിലും പറയുന്ന സമയത്ത് അതായത് നമ്മളുടെ ഉള്ളിൽ നിന്ന് പരമാത്മാവ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടാവും, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും, ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിനെ നമ്മൾ വില കൊള്ളില്ല, അതിനെ വില കൊള്ളില്ല. അപ്പൊ നമ്മൾ ആരെയാണ്? എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മളുടെ ടെമ്പററി ആയിട്ടുള്ള ബന്ധങ്ങളും ടെമ്പററി ആയിട്ടുള്ള ആസ്വാദനത്തിനും നമ്മൾ വില കൽപ്പിക്കുന്നു.
നമ്മുടെ കൂട്ടുകാർ ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പറഞ്ഞു കേൾക്കില്ല. പിന്നെ അവർക്ക് ആരാണ്? അവരുടെ റോൾ മോഡലാണ് അവരുടെ പിയേഴ്സ്. അവരുടെ കൂട്ടുകെട്ട് ആരോടാണ്? അവരുടെ അതേ ഏജിലുള്ള ആൾക്കാർ. പിന്നെ ആരാണ്? ഫിലിം പേഴ്സണാലിറ്റീസ്, സ്പോർട്സ് പേഴ്സണാലിറ്റീസ്, അങ്ങനെയുള്ള ആൾക്കാരെ അവർ ഫോളോ ചെയ്യും. അച്ഛനും അമ്മയൊന്നും അവർക്ക് വേണ്ട. അച്ഛനും അമ്മ പറയുന്ന അഡ്വൈസും വേണ്ട. അങ്ങനെ അവർ നമ്മൾ വഴിതെറ്റി ഇതാണ് ജീവിതം എന്ന് വിചാരിച്ച് നമ്മൾ അവസാനം ചെന്നിട്ട് കുഴി ചാടും. അപ്പോഴാണ് എന്നെ എന്നും കുഴിയിൽ നിന്ന് രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, ഞാൻ കുഴിപ്പെട്ടു പറഞ്ഞിട്ട് നമ്മൾ കരയാൻ നമുക്ക്. ആരെങ്കിലും വരും? ആരും ഇല്ല. അപ്പൊ അതാണ് when the mind is misled by the external illusory energy, one becomes entangled in the material activities. Therefore, as soon as one's mind is controlled through one of the yoga systems, one should be considered to have already reached the destination. അപ്പൊ നമ്മൾ കുട്ടിക്കാലം മുതൽ തന്നെ ഒരു യോഗ അഭ്യാസിക്കണം. യോഗ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വിചാരിക്കുന്ന യോഗ അല്ല. അത് നമുക്ക് ഇന്നത്തെ കാലത്ത് നടക്കാൻ പറ്റില്ല. ധ്യാന വളരെ ഈസി ആയിട്ടുള്ള യോഗ, ഭക്തി യോഗ. അപ്പൊ ആദ്യം കുട്ടിക്കാലം മുതൽ തന്നെ അച്ഛനും അമ്മയും മക്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് എന്താണ്? നമ്മൾ ശരീരമല്ല, നമ്മള് ചില വാശി കാരണങ്ങൾ ഇവിടെ വന്നു പെട്ടിരിക്കുകയാണ്. ഈ ശരീരത്തിൽ നമ്മൾ അകപ്പെട്ടിരിക്കുകയാണ്. ഇതിന്ന് മുക്തി നേടണം. മനുഷ്യന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരമാണ്. ഇതെല്ലാം പറഞ്ഞു തരുന്ന കടപ്പാട് അച്ഛനും അമ്മയുടെയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അച്ഛനും അമ്മയും അറിയില്ല, അച്ഛനും അമ്മയ്ക്കൊന്നും അറിയില്ല. പക്ഷെ എന്തോ ഒരു സുഹൃത്തി നമ്മൾ എവിടെ എന്തോ ചെയ്ത് കാരണം ഏതോ ജന്മത്തിലെ ഇപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു തത്വം, സിദ്ധാന്തം മനസ്സിലാക്കിയില്ല. പക്ഷെ ഇനി അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ വീട്ടുകാർ സമ്മതിക്കുമോ? അതും സമ്മതിക്കില്ല. ഭാര്യയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഭർത്താവിന് താല്പര്യമില്ല, ഭർത്താവിന് താല്പര്യം ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് താല്പര്യമില്ല, അച്ഛനും അമ്മയ്ക്കും താല്പര്യം ഉണ്ടെങ്കിൽ മക്കൾക്കില്ല, മക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയും. മക്കളോട് പറയും അച്ഛനും അമ്മയും, ഇതാണോ പ്രായം? നാമം ജപിക്കേണ്ട പ്രായമാണോ അതൊക്കെ? അമ്പലത്തിലേക്കും ക്ഷേത്രത്തിലേക്കും പോകേണ്ട പ്രായമാണോ അതൊക്കെ? ഇതൊക്കെ ഒരു 60, 70, 80 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ തുടങ്ങാം. നീ ഇപ്പൊ തന്നെ ഇതൊക്കെ പോയി നീ സന്യാസി ആവാനോ വിചാരം? എന്താണ് വിചാരം? എവിടേക്കാ പോകുന്നത്? എൻ്റെ കൂട്ടുകാർ കണ്ടോ എന്തെല്ലാം അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. നമുക്ക് നീ എപ്പോഴും നാമം പറഞ്ഞിട്ട് വീട്ടിലിരുന്നാൽ മതിയോ? അങ്ങനെ നമ്മളുടെ സ്വന്തം അച്ഛനമ്മമാരെ നമ്മളെ വഴിതെറ്റിക്കും അല്ലേ? സ്വന്തം സിബ്ലിങ്സ്, സ്വന്തം ആൾക്കാർ, അവരും മിസ്ഗൈഡാണ്, നമ്മളെയും മിസ്ഗൈഡാക്കും. എന്തെങ്കിലും ഒരു പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, സുഹൃതി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് തുടങ്ങി വെച്ചാൽ നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ഇതിനെല്ലാം എതിർക്കും. നമുക്കത് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതിനെല്ലാം മറികടന്ന് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി ജയിച്ചു എന്നർത്ഥം, ഇല്ലെങ്കിൽ പെട്ടുപോയി. സോ ദ മൈൻഡ് മസ്റ്റ് അഡ്മിറ്റ് സം സുപ്പീരിയർ ഡിക്റ്റേഷൻ ആൻഡ് ഫോളോ ഇറ്റ്. സുപ്പീരിയർ ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവിന്റെ ഡിക്റ്റേഷൻ. നമ്മളുടെ കൂട്ടുകാരന്മാരുടെ അല്ല. കൂട്ടുകാരന്മാരെ നമ്മളെ സിനിമയ്ക്ക് കൊണ്ടുപോകും, ക്ലബിലേക്ക് കൊണ്ടുപോകണം, അവിടെ കൊണ്ടുപോകും, ഇവിടെ കൊണ്ടുപോകും, നമ്മളെ തെറ്റായ രീതിയിലാണ് കൊണ്ടുപോകുക. പക്ഷെ പരമാത്മാവ് എന്താണ്? നമ്മൾ ശരിക്കുള്ള വഴിക്ക് നയിക്കും. പിന്നെ ആ പരമാത്മാവിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഗുരു നമ്മളെ ശരിക്കുള്ള വഴിക്ക് നയിക്കും. അപ്പൊ നമ്മൾ ഗുരുവിനെയും ചൈത്യ ഗുരുവിനെയും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഗുരുവിനെയും നമ്മൾ ഫോളോ ചെയ്യണം. The effect of controlling the mind is that one automatically follows the dictation of the Paramatma or Super Soul. ആ സൂപ്പർ സോളിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് നമ്മുടെ ആക്ച്വൽ ഗുരു. അപ്പോൾ ആ ഗുരു പറയുന്നത് കേട്ടാൽ നമ്മൾ കുഴിയിൽ ചാടില്ല. Because this transcendental position is at once achieved by one who is in Krishna consciousness, the devotee of the Lord is unaffected by the dualities of material existence, namely distress and happiness, cold and heat, etc. This state is called samadhi or absorption into Sukham. അപ്പോൾ ആരാണോ കൃഷ്ണാവബോധത്തിൽ പൂർണ്ണമായിട്ടും അടിയുറച്ച് നിൽക്കുന്നത് അവർക്ക് ഈ ദ്വന്ദ്ങ്ങളിലൊന്നും ഈ ദ്വന്ദ്ങ്ങളെ ഒരു വിധത്തിലും ബാധിക്കില്ല. അവർക്ക് തണുപ്പും ചൂടും അവർക്ക് അനുഭവപ്പെടും. തണുപ്പായിട്ടും ചൂടായിട്ടും ഭക്തനും ഉണ്ടായിരിക്കും. പക്ഷേ അതൊന്നും അവരെ അഫക്റ്റ് ചെയ്യില്ല. അവരുടെ ഈ ഡിവോഷണൽ ലൈഫിനെ അഫക്റ്റ് ചെയ്യില്ല. അവര് അടിയുറച്ച വിശ്വാസത്തിൽ അപ്പോഴും ഡിവോഷണൽ ലൈഫ് കണ്ടിന്യൂ ചെയ്യും. ദിസ് സ്റ്റേറ്റ് ഇസ് പ്രാക്ടിക്കൽ സമാധി. ഇതാണ് ശരിക്കും പ്രാക്ടിക്കൽ സമാധി എന്ന് പറയുന്നത്, ഓർ അബ്സോർപ്ഷൻ ഇൻ ദി സുപ്രീം.
സമാധി എന്ന് പറഞ്ഞാൽ പരമാത്മാവും പരമാത്മാവും തമ്മിലുള്ള യൂണിയൻ, ടോട്ടൽ അബ്സോർപ്ഷൻ. ഔട്ട്സൈഡ് വേൾഡായിട്ട് കട്ട് ഓഫ് ആയി, അതായത് മെറ്റീരിയൽ ലൈഫായിട്ട് കട്ട് ഓഫ് ആയി, ടോട്ടലി അബ്സോർപ്ഷൻ ഇൻ സുപ്രീം. ഇന്നത്തെ കാലത്ത് നടക്കുന്നത് നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മെറ്റീരിയൽ വേൾഡായിട്ട് ടോട്ടലി കട്ട് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല പ്രഭുജി. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അവിടെ യോഗ കർമ്മസ്തു കൗശലം ഭഗവാനെ നടുവിൽ നിർത്തിയിട്ട് ചെയ്യും. ഭഗവാനെ നടുവിൽ നിർത്തിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പൊ നമ്മള് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പല അഭക്തന്മാരായിട്ട് നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മള് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം മാത്രം അവരായിട്ട് ഇടപെടുക, അതിലപ്പുറത്തേക്ക് പോകണ്ട. അപ്പുറത്തേക്ക് പോയാൽ നമ്മളെ പിടിച്ചു വലിക്കും. കബഡി കളിച്ചിട്ടുണ്ടോ കുട്ടിക്കാലത്തെ സ്കൂളിലൊക്കെ? നമ്മൾ വീക്കായിട്ടുള്ള ആൾക്കാരെ എന്താണ് ചെയ്യുക? അവർ പിടിച്ച് കളത്തിലിടും, അവിടെ തിരിച്ച് പന്തേക്കില്ല, തിരിച്ച് പോകാൻ സമ്മതിക്കില്ല. നമ്മൾ വീക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കളത്തിൽ പോയിട്ട് വീഴും. നമ്മൾ സ്ട്രോങ് ആയാൽ നമുക്ക് അവരെ തോൽപ്പിച്ച് തിരിച്ച് നമ്മുടെ കളത്തിലേക്ക് വരാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോക്കണം നമ്മളുടെ സ്റ്റാൻഡിങ് എന്താണ്, നമുക്ക് ശക്തി ഉണ്ടോ, നമ്മൾ അവരോട് പോരിട്ട് ജയിക്കാൻ പറ്റുമോ, എന്നാൽ മാത്രമേ അവരുടെ അവിടേക്ക് പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എസ്പെഷ്യലി സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ടു വാട്ട് എക്സ്റ്റെന്റ് വി ഷുഡ് ഡീൽ വിത്ത് ദം, എത്ര വരെ നമുക്ക് പോകാൻ പറ്റും. ആ ലക്ഷ്മൺ രേഖ കടക്കാൻ പാടില്ല. എത്ര ആവശ്യമുണ്ടോ അത്രത്തോളം മാത്രം നമ്മൾ ഡീൽ ചെയ്യുക. നമ്മൾ വി ഷുഡ് ബി ഗുഡ് ടു അതേഴ്സ്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം. ഓക്കെ, പക്ഷെ അവര് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല, നമ്മൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യണം. ഇതായിരിക്കണം നമ്മുടെ സിദ്ധാന്തം. ഒരിക്കലും അവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും അവർ നമ്മളെക്കാളും അറിവുള്ളായിരിക്കാം പല ഫീൽഡിലും, ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നമുക്കറിയാം നമ്മൾ ഫോളോ ചെയ്യുന്ന സിദ്ധാന്തം. നമുക്ക് പ്രവാദ തന്നിരിക്കുന്നത് ദ ബെസ്റ്റ് ഫിലോസഫി, ദ ബെസ്റ്റ് പ്രോസസ്, അല്ലേ, ദ ബെസ്റ്റ് പ്രാക്ടീസ്. ഇതിനെ കവിച്ചു വെക്കാൻ ഒരു പ്രാക്ടീസും ഇല്ല, നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഇതിനെ ഉറക്കെ പിടിച്ചിരിക്കണം. മറ്റുള്ളവരെ നമ്മളെ അതിന്ന് വ്യതിചലിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചേക്കാം, പക്ഷെ നമ്മൾ അതിൽ വീണ് കൊടുക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ അങ്ങനത്തെ ആൾക്കാരുടെ ഇതിൽ ചെന്ന് പെടാൻ പാടില്ല. നമുക്ക് പറ്റുമെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി അവർ അത് റിസപ്റ്റീവ് അല്ല, കേൾക്കുന്നില്ലെങ്കിൽ വിടുക. എന്താ നമ്മളുടെ സിദ്ധാന്തത്തെ, ഓക്കെ, നമ്മുടെ പ്രോസസ്സിനെ, ഭഗവാനെ, ഭക്തന്മാരെ ആരെങ്കിലും അപമാനിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ 2-3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് സ്ക്രിപ്ചറിൽ. ഒന്നുകിൽ നമ്മൾ അതിന് പ്രാപ്തരാവണം, അതിനെ ഡിബേറ്റ് ചെയ്ത് റെഫ്യൂട്ട് ചെയ്ത് അവരെ തോൽപ്പിക്കാനുള്ള പ്രാപ്തി നമുക്കുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചെവിയിൽ വിരലിട്ടിട്ട് അവിടുന്ന് സ്ഥലം വിടുക. കേൾക്കാനേ ഇവൺ കേൾക്കുന്നതും കൂടിയും ബ്ലാസ്ഫമി ചെയ്യുന്നു, അപരാധമാണ്. കേൾക്കാനും കൂടി പറ്റില്ല, ജസ്റ്റ് ലീവ് ദ പ്ലേസ്. അവരോട് ഡിബേറ്റ് ചെയ്ത് അതിനെ റെഫ്യൂട്ട് ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ ജസ്റ്റ് ഡോണ്ട് ലിസൺ ഇറ്റ്, ലീവ് ദ പ്ലേസ്. നമ്മുടെ സമയം കളയണ്ട ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, so this state is practical samadhi or absorption in the supreme. എന്തെങ്കിലും പോയിന്റ്സ്? വിടുക എന്ന് പറഞ്ഞാല് ഇപ്പൊ പുറമെയുള്ള സംഘല്ലേ നമുക്ക് വിടാൻ പറ്റുള്ളൂ. അവിടെ കൂടെയുള്ള സംഘക്കാരെന്ത് കൂടെയുള്ള സംഘത്തില് അങ്ങനത്തെ ഒരു ചർച്ചയിലേക്ക് വഴിയൊരുക്കുക തന്നെ വേണ്ട, നല്ല കാര്യമാണ്. ആ ഒരു സബ്ജക്റ്റ് എടുക്കണ്ട. അത് എത്രത്തോളം നമുക്ക് ഭൗതിക തലത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണം അത്രത്തോളം വെക്കുക, ബാക്കി നമ്മുടെ കാര്യം ചെയ്യുക. ഒരു വഴക്കിനും ഒരു ഡിബേറ്റിനും പോണ്ട. കാരണം നമുക്കറിയാം ചില ആൾക്കാർ നേരെവില്ല, കാരണം അവരുടെ ഗുണമാണത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തരും ഓരോ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലോ അവർക്ക് ലൈഫ് കിട്ടുന്നത്. പക്ഷെ അവര് അതിന് അറിയാനോ അവര് അത് ചേഞ്ച് ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒന്നും നിർത്തിയില്ല.
അപ്പൊ നമ്മൾ നമ്മുടെ വഴി നോക്കുക, ഇലയ്ക്കും മുള്ളിനും കേടുകൂടാത്ത വിധത്തില്. നമുക്ക് വിടാനും പറ്റില്ല. നമ്മൾ കാണിച്ചത് ആ പക്വതയ്ക്ക് എത്തിയിട്ടില്ല. എല്ലാം വിട്ട് എറിഞ്ഞു പോകാനുള്ള പക്വതയ്ക്ക് നമുക്ക് എത്തിയിട്ടില്ല. ആ ഒരു മെച്യൂരിറ്റി നമുക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ്, എങ്ങനെ വളരെ പ്രാക്ടിക്കലായിട്ട് ആർക്കും ഉപദ്രവമില്ലാതെ, രണ്ട് പാർട്ടിക്കും ഉപദ്രവമില്ലാണ്ട് വെള്ളത്തിലെ താമര പോലെ ജീവിക്കാൻ നോക്കുക. വെള്ളം എന്താണ്, ചെളിവെള്ളത്തിൽ താമര. എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞാണ്. ചെയ്യാൻ പറ്റുമോ പറ്റില്ല അത് വേറെ കാര്യം. ചെയ്താൽ അവനവന് നന്ന്. ചെളിവെള്ളത്തിലാണ് താമര, പക്ഷെ ആ ചെളി താമരയെ സ്പർശിക്കുന്നില്ല. ഈ പറയാൻ ഈസിയാണ്, വളരെ ഈസിയാണ് പറയാൻ, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിന് ഭഗവാന്റെ അനുഗ്രഹം കൂടി വേണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലേ? ഹരേ കൃഷ്ണ പ്രഭുജി. ഉം. അപ്പൊ പ്രഭുജി പറഞ്ഞില്ലേ ജീവാത്മാ പരമാത്മാ യൂണിയൻ എന്ന് പറയുന്നത്, അത് പരമാത്മാവിന്റെ നിർദ്ദേശം നമ്മൾ സ്വീകരിക്കുന്നതിനെയാണോ അങ്ങനെ ഒരു യൂണിയൻ എന്ന് പറയുന്നത്? പരമാത്മാവിന്റെ നിർദ്ദേശം, ഗുരു പരമ്പരയുടെ നിർദ്ദേശം നമ്മൾ സ്വീകരിച്ച് അതുപ്രകാരം ജീവിക്കുമ്പോൾ നമ്മളൊരു യൂണിയനിലെത്തും. അതാണ് ട്രാൻസ് അല്ലെങ്കിൽ സമാധി, അബ്സോർപ്ഷൻ ഇൻ ദ സുപ്രീം എന്ന് പറയും. അവിടെ യൂണിയൻ എന്ന് പറയുന്നത് എന്താ പ്രഭുജി? അതായത് ജീവാത്മാവ് തന്റെ അസ്തിത്വം മനസ്സിലാക്കുക, പരമാത്മാവ് ആരാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അവർ തമ്മിലുള്ള റിലേഷൻ പുനഃസ്ഥാപിപ്പിക്കുക. അതാണ്. താങ്ക് യു പ്രഭുജി. വേറെന്തെങ്കിലും? നമ്പർ 8. ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയാം യുക്ത ഇതി ഉച്യതേ യോഗി സമാലോഷാസ്മ കാഞ്ചന. ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയാം യുക്ത ഇതി ഉച്യതേ യോഗി സമാലോഷാസ്മ കാഞ്ചന. സ്മിത മാതാജി. കൃഷ്ണ പ്രഭു. നമോ ഭഗവതി വാസുദേവായ. ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാസ്മ കാഞ്ചന. മംഗള മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതി വാസുദേവായ. ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാസ്മ കാഞ്ചനഃ. ഹരേ കൃഷ്ണ. ശ്യാമള മാതാജി. നമോ ഭഗവതേ വാസുദേവായ. ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ യുക്ത ഇത്യുച്യതേ യോഗി സമാലോഷ്ടാസ്മ കാഞ്ചനഃ. സുജി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാസ്മ കാഞ്ചന. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനം കൂടി വായിച്ചു. ജ്ഞാനം കൊണ്ടും സാക്ഷാത്കാരം കൊണ്ടും തികച്ചും സംതൃപ്തനായ ഒരാളെ ആത്മസാക്ഷാത്കാരനിഷ്ഠനായ യോഗി എന്ന് പറയാം. ആത്മസംയമിയായ അയാൾ അഭൗതികതയിൽ സ്ഥിതി ചെയ്യുന്നു. അയാളുടെ ദൃഷ്ടിയിൽ കല്ലും മണ്ണും സ്വർണവും ഒന്നുപോലെ തന്നെ. ഹരേ കൃഷ്ണ. ഹരേ. A person is said to be established in self-realization and is called yogi or mystic when he is fully satisfied by virtue of acquired knowledge and realization. Such a person is situated in transcendence and is self-controlled. He sees everything, whether it be pebbles, stones or gold, as the same. അപ്പോൾ ഏതൊരു വ്യക്തിയാണോ ഈശ്വര സാക്ഷാത്കാരത്തിന്റെ ആ തലത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്, അദ്ദേഹത്തിനെ യോഗി എന്ന് പറയും, ഓർ മിസ്റ്റിക്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ആ യോഗ തലത്തിലേക്ക് എത്താൻ? ബൈ വിർച്യൂ ഓഫ് അക്വയർഡ് നോളജ് ആൻഡ് റിയലൈസേഷൻ. ജ്ഞാനം വിജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബുക്കിഷ് നോളജ്, തിയറി, ആൻഡ് വിജ്ഞാനം എന്ന് പറഞ്ഞാൽ റിയലൈസേഷൻ. മാങ്ങ നല്ല മധുരമുണ്ട്, നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളൂ, കഴിച്ചിട്ടില്ല. അപ്പോൾ അതെനിക്ക് ആ റിയലൈസേഷൻ വരെ ഞാൻ കഴിക്കണം മാങ്ങ, അല്ലേ?
അപ്പൊ ബുക്കിൽ എഴുതിന്റെ മാങ്ങ നല്ല മധുരമുള്ളതാണ്, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ അത് നോളജ് എന്നാൽ ബുക്കിഷ് നോളജ്, തിയറട്ടിക്കൽ നോളജ്. മാങ്ങ നല്ല മധുരമാണെന്ന് എങ്ങനെ എപ്പോഴാ അറിയാം? വിജ്ഞാനം എപ്പോഴാ വരിക? ഞാൻ കഴിച്ചു നോക്കുമ്പോൾ. അപ്പോ അങ്ങനെ എനിക്ക് ജ്ഞാനവും വിജ്ഞാനം വരുമ്പോൾ മാത്രമാണ് ആ തലത്തിലേക്ക് വരാൻ പറ്റില്ല. സച്ച് എ പേഴ്സൺ ഇസ് സിറ്റുവേറ്റഡ് ഇൻ ട്രാൻസെൻഡൻസ്. എന്താ ട്രാൻസെൻഡൻസ്? ആ സമാധി സ്റ്റേറ്റ്, സെൽഫ് കൺട്രോൾ. സെൽഫ് കൺട്രോൾ, അതായത് നമ്മള് ഒരാളുടെ ഒരു പ്രൊവോക്കേഷന് നമ്മൾ അടിമയാവില്ല. ഒരാൾ എന്നെ ദേഷ്യപ്പെടുത്തുകയാണ്, ചീത്ത പറയാണ്, അബ്യൂസ് ചെയ്യാണ്, അക്യൂസ് ചെയ്യാണ്, എന്നെ പുകഴ്ത്തുകയാണ്, രണ്ടിലും ഞാൻ സമഭാവത്തിൽ നിൽക്കുന്നു. അതാണ് ഈക്വിപ്പോയിസ്റ്റ്. ഒരാൾ എന്നെ പുകഴ്ത്തുമ്പോൾ ഞാൻ ആകാശത്തോളം ഉയർന്നില്ല, ഒരാൾ എന്നെ നികഴ്ത്തുമ്പോൾ ഞാൻ താഴേക്ക് പോകുന്നില്ല. ഐ മെയിൻറ്റെയിൻ ദ ഇക്വാനിമിറ്റി, സമത്വം, ന്യൂട്രാലിറ്റി. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തി എന്താണ്? ഹീ സീസ് എവരിതിങ്. അത് കല്ലാണെങ്കിൽ ശരി, അല്ലെങ്കിൽ ഈ എന്താണ് പറയുക, സ്വർണമാണെങ്കിൽ ശരി, വേറെ എന്ത് വസ്തുക്കളും എല്ലാം ഒരേപോലെ. പക്ഷെ ഭൗതിക തലത്തില് കല്ലിനും ഗോൾഡിനും സിൽവറിനും വ്യത്യസ്തമായിട്ടുള്ള മൂല്യങ്ങൾ ഉണ്ടായിരിക്കാം, ഭൗതിക തലത്തില്. പക്ഷെ സ്പിരിച്വൽ പ്ലെയിനില് ഇതെല്ലാം ടെമ്പററി ആണ്, വാല്യൂലെസ് ആണ്. നമുക്ക് ഒരു ഭക്തി കിട്ടുന്നതും ഒരു 2 കിലോ ഗോൾഡ് കിട്ടുന്നതും നമ്മൾ ഏതാണ്? ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏതാണ് വേണ്ടത്? ഗോൾഡാണോ അതോ ഭക്തിയാണോ? ഭക്തി. ഒരു അഭക്തനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗോൾഡ് ആയിരിക്കും പ്രിയം, കാരണം മെറ്റീരിയൽ വാല്യൂ ആണ് അവർ നോക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാറ്റിനെയും, എല്ലാ ഭൗതിക വസ്തുക്കളെയും ഈക്വലായിട്ട് കാണാനുള്ള ഒരു മെറ്റീരിയൽ വാല്യൂ ഒന്നും കണക്കാക്കാതെ എല്ലാം ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ എല്ലാം അതിന് എല്ലാറ്റിനും വാല്യൂ ഉണ്ടായിരുന്നു. യുക്തവൈരാഗ്യം. അല്ല നമ്മൾ ഭൗതിക തലത്തിൽ മാത്രം നോക്കണമെങ്കിൽ അതിന് വലിയ വിലയാണ്. ഭക്തി ഇപ്പൊ ആർക്ക് വേണം? ആര് കണ്ടു പുനർജന്മം? നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായിരുന്നു, ആര് കണ്ടു? ഇപ്പൊ ലീവ് ദ ലൈഫ് നൗ. വലിയ വലിയ സിദ്ധാന്തങ്ങൾ കൊണ്ടുവരവര് ഇപ്പൊ അടിച്ചു പൊളിച്ച് ജീവിക്കണം. നാളത്തെ ആര് കണ്ടു? കൽ കിസ്നെ ദേക്ക, അല്ലേ? അതാണ് ഭൗതികവാദികളുടെ. നാളെ ആരറിയും? ആരും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇന്ന് ജീവിക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക. അതാണ് ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തം, ചാർവാക്ക. ഈറ്റ് ഡ്രിങ്ക് ആൻഡ് മെരി. കട്ടിട്ടോ കൊല ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും സമ്പാദിച്ചിട്ട് ഈറ്റ് ഡ്രിങ്ക് ആൻഡ് മെരി. അതാണ് ചാർവാക്ക പറയുന്നത്. കാണിച്ചാൽ ഈ ലൈഫേ നമുക്ക് അറിയുള്ളൂ, അടുത്ത ലൈഫിനെ പറ്റി അറിയില്ല. സോ ലീവ് ദിസ് ലൈഫ് നൈസ്ലി. അതാണ് പറയുന്നത്. അതാണ് എത്തിസ്റ്റിക് ഫിലോസഫി. പക്ഷെ ഭഗവത്ഗീതയിൽ എന്താ പറയുന്നത്? നമുക്ക് ഇത് ടെമ്പററി ആണ്, ഇതൊന്നും എറ്റേണൽ അല്ല. അപ്പൊ നമുക്ക് ഒരു എറ്റേണൽ ലൈഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചില റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. റെഗുലേറ്റഡ് ലൈഫ്. മനുഷ്യർ, മൃഗങ്ങളോട് ഭഗവാൻ ഇത് പറഞ്ഞിട്ടില്ല, ഭഗവത്ഗീതയിലെ റെഗുലേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, യമനിയമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇത് മനുഷ്യർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ റെഗുലേറ്റഡ് ലൈഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഹയർ സ്റ്റേജിലേക്ക് പോകാൻ പറ്റും. മൃഗങ്ങൾക്ക് അത് പറ്റില്ല. മൃഗങ്ങൾക്കൊരു പ്രകൃതി നിയമപ്രകാരം അതിൻ്റെ ഒരു സെറ്റ് പാത്ത് കൂടെ പോകാൻ പറ്റും. മനുഷ്യർക്കാണ് നിയമങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മളൊരു സിവിൽ ലോ, ഒരു രാജ്യത്ത് ഒരു ലോ ഉണ്ടല്ലേ, ലോ ആൻഡ് ഓർഡർ, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അത് നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പിടിച്ച് ജയിലിലിടും. അതേപോലെ ഭഗവാന്റെ ആ ഒരു കോടതിയിലും ചില നിയമങ്ങൾ മനുഷ്യർ ഫോളോ ചെയ്യണം. അതില്ലെങ്കിൽ നമുക്ക് വീണ്ടും ജന്മം വരും. അത്രയേ ഉള്ളൂ. സോ ദ ബുക്ക് നോളേജ് വിതൗട്ട് റിയലൈസേഷൻ സുപ്രീം ട്രൂത്ത് ഈസ് യൂസ്ലെസ്. ബുക്കിഷ് നോളേജ്, അത് നമ്മൾ പ്രാബല്യത്തിലാക്കാത്ത ആ നോളേജ് യൂസ്ലെസ് ആണ്. ദിസ് ഈസ് സ്റ്റേറ്റഡ് ആസ് ഫോളോസ്: അഥാ ശ്രീകൃഷ്ണ നാമാദി ന ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയേ സേവോന്മുഖേ ഹി ജീവാദോ സ്വയം ഏവാസ്ഫുരതി. അതാ രൂപഗോസ്വാമി നെക്ടർ ഓഫ് ഡിവോഷനിൽ പറഞ്ഞിരിക്കുന്നതാണ്. അഥാ ശ്രീകൃഷ്ണ നാമാദി ന ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയേ. അതായത് ഭഗവാന്റെ നാമം, ആദി തുടങ്ങിയ നാമം, ഗുണം, ലീല, രൂപം, ഇതെല്ലാം ഇതൊന്നും നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല.
കണ്ണ്, മൂക്ക്, ത്വക്ക് പറഞ്ഞില്ല, അങ്ങനെ ഒരുപാട് ഇന്ദ്രിയങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണത് മനസ്സിലാക്കാൻ പറ്റുക? ന ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയെ സേവോന്മുഖേ ഹി ജിഹ്വാദോ സ്വയം ഏവ സ്ഫുരിതേ. നമ്മൾ സേവനം ചെയ്യണം. ജിഹ്വ, നാവ്. നാവിന് 2 ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. മറ്റതൊക്കെ 2 ഉണ്ട്, ഓരോ ആക്ടിവിറ്റി ഉള്ളൂ. 2 ചെവിയുണ്ടെങ്കിലും കേൾക്കുക ഒരേ ആക്ടിവിറ്റി. 2 കണ്ണുണ്ടെങ്കിലും കാണുക, അല്ലേ? പക്ഷെ നാവ് ഒന്നുള്ളൂ, പക്ഷെ ആക്ടിവിറ്റി 2ആണ്. എന്താണ് 2 ആക്ടിവിറ്റി? ഒന്ന് സംസാരിക്കുക, ഒന്ന് ഭക്ഷണം കഴിക്കുക, അല്ലേ? അപ്പൊ ആ സേവോന്മുഖേ ജീവാദോ, നമ്മുടെ ജീവ കൊണ്ട് സേവ ചെയ്യണം. ഒന്ന് ഭഗവാന്റെ നാമം ചൊല്ലിയിട്ടും ഭഗവാന്റെ പ്രസാദം ഓണർ ചെയ്ത്. അപ്പൊ എന്തായി സംഭവിക്കുക? സ്വയം ഏവ സ്ഫുരിത്യത, ഓട്ടോമാറ്റിക്കലി ഭഗവാന്റെ കൃപ കൊണ്ട് എല്ലാം നമുക്ക് ഭഗവാൻ വെളിപ്പെടുത്തി തരും. അതാണ് പറയുന്നത്. സോ നോ വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ട്രാൻസൽ നേച്ചർ ഓഫ് ദ നെയിം, ഫോം, ക്വാളിറ്റി ആൻഡ് പാസ്റ്റ് ടൈംസ് ഓഫ് ശ്രീകൃഷ്ണ ത്രൂ ഹിസ് മെറ്റീരിയലി കണ്ടാമിനേറ്റഡ് സെൻസസ്. എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല? ഭൗതിക തലത്തിലുള്ള ഒരു ഇന്ദ്രിയം ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം വെച്ചാൽ അത് കണ്ടാമിനേറ്റഡ് ആണ്. കണ്ടാമിനേറ്റഡ് എങ്ങനെ അത് കണ്ടാമിനേറ്റഡ്? 3 ഗുണങ്ങളാണ്. Only when one becomes spiritually saturated by transcendental service to the Lord are the transcendental name, form, quality, pastimes of the Lord revealed to him. Bhakti Rasamrita Sindhu. So, the Bhagavad Gita is the science of Krishna consciousness. No one can become Krishna conscious simply by mundane scholarship. ഒരാൾക്കും കൃഷ്ണ കോൺഷ്യസ് ആവാൻ പറ്റില്ല മൺഡെയിൻ സ്കോളർഷിപ്പ്. അതായത് നമ്മൾ PhD ഡിഗ്രി എടുത്തു, MBBS എടുത്തു, അല്ലെങ്കിൽ ആ ട്രെയിനിങ്, ഈ ട്രെയിനിങ്, ആ പുസ്തകം വായിച്ചു, ഈ പുസ്തകം വായിച്ചു, നമുക്ക് എന്താണ് കൃഷ്ണ കോൺഷ്യസ് ആവാൻ പറ്റില്ല. നമ്മളുടെ മെറ്റീരിയൽ കോൺഷ്യസ്നെസ് കൂടുതലുള്ളൂ. എത്രത്തോളം കൂടുതൽ വായിക്കുന്നു, പഠിക്കുന്നു, നമ്മളുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പൊ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ IIT പാസ്സായ ആൾക്കാർ, IITയിൽ എൻട്രൻസ് എക്സാം പാസ്സായിട്ട് അവിടെ അഡ്മിഷൻ കിട്ടുന്ന ആൾക്കാർക്ക് തന്നെ ക്രീം ഓഫ് ദ ക്രീമാണ് കിട്ടുക, അല്ലേ? എത്ര ആൾക്കാരാണ് അതിന് ട്രൈ ചെയ്യുന്നത്? അപ്പൊ ഏറ്റവും ക്രീംസിന്റെ ക്രീമിനെ കിട്ടുള്ളൂ. അങ്ങനെ ആ അഡ്മിഷൻ കിട്ടി 4 കൊല്ലം വിഗറസ് ട്രെയിനിങ്ങും കാര്യം കഴിഞ്ഞ് IIT പാസ്സായി വരുന്ന എത്ര ആൾക്കാർക്ക് വി ആർ നോട്ട് ദ ബോഡി, വി ആർ ദ സോൾ എന്നുള്ള കോൺസെപ്റ്റ് അറിയാം? എത്ര ആൾക്കാർക്ക് അറിയാം? അറിയില്ല. ഏറ്റവും വലിയ ഹയസ്റ്റ് ഡിഗ്രിയാണ് ഇപ്പൊ നമ്മുടെ ഒരു ഇത് പറഞ്ഞ് വലിയ വലിയ യൂണിവേഴ്സിറ്റി, MIT, ഹാർവാർഡ്, ഓക്സ്ഫോർഡ്, IIT ഇവിടെയൊക്കെ പഠിക്കുന്ന ഒരുപാട് വലിയ വലിയ ഡിഗ്രി എടുത്തിട്ട് ആൾക്കാരോട് ചോദിക്കുക ഇതിനെ പറ്റിയിട്ട്, അറിയില്ല അവർക്കും. അതാണ് പറയുന്നത്, നോ വൺ ക്യാൻ ബിക്കം കൃഷ്ണ സിംപ്ലി ബൈ മൺഡെയിൻ സ്കോളർഷിപ്പ്. ഭൗതിക തലത്തിലുള്ള ആ വിദ്യാഭ്യാസം കൊണ്ട് ഒരിക്കലും ഒരാൾക്കും കൃഷ്ണ കോൺഷ്യസ് ആവാൻ പറ്റില്ല. അവർക്ക് അതിനുള്ള ആ ഒരു വിദ്യ പകർന്നു കൊടുക്കുന്നില്ല ആരും. One must be fortunate enough to associate with a person who is in pure consciousness. Krishna conscious person has realized knowledge by the grace of Krishna because he is satisfied with pure devotional service. അപ്പോൾ ഒരു കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ആധ്യാത്മിക ചർച്ചകളിൽ പങ്കെടുക്കാനുള്ളത്. ഒരുപാട് ബിറ്റ്സ് ആൻഡ് പീസസ് അവിടെയും ഇവിടെയൊക്കെ വായിച്ചും TV-യിലും സീരിയലിലും അതൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ ആർഗ്യൂ ചെയ്യും. അതിനൊന്നും ചെവി കൊടുക്കണ്ട. കാരണം വെച്ചാൽ അവരൊന്നും ശരിക്കും സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും പഠിച്ചില്ല. ഭഗവത്ഗീതയും ഭാഗവതം വേറൊന്നും പഠിച്ചില്ല. ബേസിക് ആയിട്ടുള്ള എസെൻസ് ആയിട്ടുള്ള ഭഗവത്ഗീത ഇത് ശരിക്കുള്ള എസെൻസ് പഠിച്ചാൽ ധാരാളമായി. പക്ഷെ അതും കൂടിയും പഠിച്ചിട്ടില്ല. അവിടെയും ഇവിടെയും സീരിയൽസിലൊക്കെ കണ്ടിട്ട് അതിനെ തെറ്റായി മനസ്സിലാക്കി അതിന്റെ ബേസിൽ ആ ഒരു മുറിവ്, കാരണം ഇൻകംപ്ലീറ്റ് നോളജിന്റെ ബേസിസിൽ എത്രയോ ആൾക്കാർ ആർഗ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിനൊന്നും നമ്മൾ ചെവി കൊടുക്കാതിരിക്കുക. കാരണം അങ്ങനെ ചെവി കൊടുത്താൽ പിന്നെ അതിന് എവിടെ എത്തില്ല നമ്മൾ. സോ കൃഷ്ണ കോൺഷ്യസ് പേഴ്സണ് മാത്രമേ റിയലൈസ് നോളജ് ഉണ്ടാവുള്ളൂ. ബൈ റിയലൈസ് നോളജ് വൺ ബിക്കംസ് പെർഫെക്റ്റ്. ബൈ ട്രാൻസെൻഡ് നോളജ് വൺ can remain steady in his conviction. For realized knowledge, one can remain steady in his conviction.
but by mere academic knowledge one can be easily deluded, confused by apparent contradictions. ഭൗതിക തലത്തിലുള്ള ആ ഒരു വിദ്യ നമ്മളെ പെട്ടെന്ന് നമ്മളെ കൺഫ്യൂസ് ആക്കും. പിന്നെ ഒരുപാട് കോൺട്രഡിക്ഷൻസ് നമുക്ക് കാണും. നമ്മളുടെ ശാസ്ത്രങ്ങളിനെ ഒരു പിക്കപ്പ് ചെയ്യും ഓരോ ശ്ലോകങ്ങളോട്. ഈ ശ്ലോകങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മറ്റേ ശ്ലോകങ്ങളിൽ നേരെ വിപരീത പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ശാസ്ത്രത്തിന് എന്ത് ബേസാ, എന്ത് ആധാരമുള്ളത്? ഒരേ ശാസ്ത്രത്തിന് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തരുന്നു എന്ന് അവർ പറഞ്ഞ് നമ്മളെ ബോധിപ്പിക്കും. അപ്പോൾ നമ്മളും ശരിയാണല്ലോ. എന്താണ് അങ്ങനെ? കാരണം അവർക്ക് ഇതിന്റെ എക്സാക്ട് ഒരു ബേസ് ഇല്ല, ഫൗണ്ടേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ കോൺട്രഡിക്ടറി ആയി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആചാര്യന്മാരുടെ ആ കമന്ററി വായിക്കണം. ഒരു ആചാര്യന്മാരും മറ്റൊരു ആചാര്യനെ കോൺട്രഡിക്ട് ചെയ്യുന്നില്ല. അവരുടേതായിട്ടുള്ള ആ ഒരു വ്യാഖ്യാനമുണ്ട്. അതും ശരിയാണ്, ഇതും ശരിയാണ്. അവർ കാണുന്ന ആംഗിളും മറ്റു ആചാര്യന്മാരെ കാണുന്ന ആംഗിളും വ്യത്യസ്തമായിരിക്കും. രണ്ടും ശരിയാണ്. ഓരോരുത്തരുടെ കാഴ്ചപ്പാട്, ഓരോരുത്തരുടെ ഗുണം ഇതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആക്ച്വലി ശാസ്ത്രങ്ങളിൽ കോൺട്രഡിക്ഷൻ ഇല്ല. നമ്മളുടെ മനസ്സിലാക്കുന്ന ആ ഒരു ഇതിലാണ് കോൺട്രഡിക്ഷൻ. It is the realized soul who is actually self-controlled because he is surrendered to Krishna. He is transcendental because he has nothing to do with the mundane scholarship. For him, mundane scholarship and mental speculation, which may be as good as gold to others, are of no greater value than pebbles or stones. അപ്പോൾ മണ്ടൈൻ സ്കോളർഷിപ്പും മെന്റൽ സ്പെക്കുലേഷനും സാധാരണ ആൾക്കാർക്ക് അത് ഗോൾഡിനെ പോലെയാണ്, സ്വർണം വളരെ വാല്യൂബിൾ ആണ്. പക്ഷേ ഒരു ഭക്തന് ഇറ്റ് ഈസ് നോ ഗ്രേറ്റർ വാല്യൂ ദാൻ പെബിൾസ് ഓർ സ്റ്റോൺ. അതൊരു ഉരുളങ്കല്ലിനും ഇല്ല സാധാരണ കല്ലിനും അതേ ഒരു വാല്യൂ നമ്മൾ കൊടുക്കുള്ളൂ. ഗോൾഡായാലും ശരി, കല്ലായാലും ശരി, മരായാലും ശരി, എല്ലാം ഒരേ വാല്യൂ. കാരണം വെച്ചാൽ ടെമ്പററി ആണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്പിരിച്വൽ അതിന് വാല്യൂ ഇല്ല. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. അനന്തകോടി വൈഷ്ണവതിക്ക് ജയ. ശ്രീല പ്രഭുപാദ് की जय. गुरु महाराज की जय. गो प्रेम। हरे कृष्णा.